സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഓൾ ന്യൂ എക്സ്പൾസ് 210 ആൻഡ് 200. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ 200 നിന്ന് 210 അപ്ഗ്രേഡ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. സോ ഫ്രണ്ട് നോക്കാൻ പോയാൽ രണ്ട് വണ്ടിക്കും LED ഹെഡ് ലാംപ്സ് ആണ്. ഇതിന് LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. രണ്ടിനും വൈസർ കൊടുത്തിട്ടുണ്ട്. 21 ഇഞ്ച് ഫ്രണ്ട് വീൽസും നമുക്ക് 276 mm പെറ്റൽ ഡിസ്കാണ് രണ്ട് വണ്ടിക്കും വന്നേക്കണേ. രണ്ടിനും 3 മോഡ്സ് ഉണ്ട്. ABS ഇതിൽ സിംഗിൾ ചാനൽ ABS ആണെങ്കിൽ ഇതിൽ ഒരു ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തേക്കണേ. അപ്പോൾ ഇതിന് കൊടുത്തേക്കുന്നത് 210cc പുതിയ എഞ്ചിനാണ്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. DOHC എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 24.5 PS ഉം 20.7 Nm ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മേറ്റഡ് വിത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ്, സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വന്നേക്കുന്നത് 200cc എഞ്ചിനാണ്. പ്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് 19 PS and 17.5 Nm ഓഫ് ടോർക്ക്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നോർമൽ ക്ലച്ച് ആണ് ഈ ഒരു വണ്ടിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിന് കിക്ക് സ്റ്റാർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ റിയർ നോക്കുമ്പോൾ ഇതിനും ഒരു അപ്സെറ്റ് എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് സെയിം രണ്ട് വണ്ടിക്കും സെയിം വീൽസും നമുക്ക് സെയിം പെറ്റൽ ഡിസ്കും ബോക്സ് ടൈപ്പ് സ്വിങ്ങുമാണ് ഈ രണ്ട് വണ്ടികൾക്കും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 210 കയറിയിരിക്കാം. ഇതിന്റെ വെയിറ്റ് തന്നെ 170 kg ആണ്. ടാങ്ക് നോക്കുമ്പോൾ 13 liters ആണ്, സെയിം ആസ് 200. ആൻഡ് സീറ്റ് ഹൈറ്റ് നോക്കുമ്പോൾ 830 mm ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ട് ആണ്, 220 mm ആണ്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ എൻ്റെ ഹൈറ്റ് 5'6" ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 200 കയറിയിരിക്കാം. ഇതിന്റെ സീറ്റ് ഹൈറ്റ് വന്നത് ഓൾമോസ്റ്റ് 825 mm ആണ്. അതുകൂടാണ്ട് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm. വെയിറ്റ് നോക്കാൻ പോയാൽ 160 kg ആണ് ഇതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. 13 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റി, സെയിം ടാങ്ക് കപ്പാസിറ്റി തന്നെ ഇതിന് കൊടുത്തേക്കുന്നത്. രണ്ട് വണ്ടിക്ക് റിയറിൽ മോണോഷോക്ക് ആണെങ്കിൽ ഇതിന് ഒരു ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആണ് ഫോർ ബെറ്റർ കംഫർട്ട്. അപ്പോൾ ഇതിന് നോക്കുമ്പോൾ ഇവിടെ വാർണിംഗ് സിമ്പിൾസ് ഉണ്ട്, ഇവിടെ ടാക്കോമീറ്റർ, നമുക്ക് ടെമ്പറേച്ചർ ഗേജ് ഇവിടെ കാണാം. അതുകൊണ്ട് റോഡ്, ട്രെയിൽ, ഓഫ് റോഡ് മോഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡ്, ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് കണക്ടിവിറ്റി, ഡിസ്പ്ലേ മോഡ്സ്, വിഡ്ജറ്റ്സ്, ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള കണക്ടിവിറ്റി, പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു USB ചാർജർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആ നോർമൽ 200 അതേ ഡിസ്പ്ലേയാണ് ഞാൻ അതിൽ ക്വിക്ക് ത്രോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, കണക്ടിവിറ്റി ഉണ്ട്, ട്രിപ്പ് 1 നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് ടാക്കോമീറ്റർ, നമുക്ക് ഓഡോമീറ്ററും ടൈം, സ്പീഡും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കേണ്ടത്. നോർമൽ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇത് തന്നെ. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചുതരാം. അപ്പോൾ ഈ രണ്ട് വണ്ടികളിൽ നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെടുന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.